ബമ്പർ ടിക്കറ്റുകൾ കിട്ടാനില്ല എന്നുള്ളതാണ്. അവസാന മണിക്കൂറിലെ വിൽപ്പന സാധാരണ കൂടാറുള്ളതാണ്. പക്ഷേ ഇത്തവണ ലോട്ടറി നറുക്കെടുപ്പ് മാറ്റിവെച്ചിരുന്നു, ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരുന്നു. അതിനാൽ തന്നെ ആ സമയം കൊണ്ട് ടിക്കറ്റുകൾ വിറ്റ് തീർന്നിട്ടുണ്ട്. 75 ലക്ഷം ടിക്കറ്റുകൾ വിറ്റു, മുഴുവൻ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് എന്നും ലോട്ടറി വകുപ്പ് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് നഗരത്തിൽ പലയിടങ്ങളിലും ലോട്ടറി ടിക്കറ്റുകൾ ഇപ്പോൾ കിട്ടാനില്ല, വിറ്റ് തീർന്നിരിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, കൊച്ചിയിൽ എങ്ങനെയാണ് അവസാന മണിക്കൂറിൽ ടിക്കറ്റ് വിൽപ്പന? വിറ്റ് തീർന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഇവിടെ? മഞ്ജുഷ, നമ്മളിപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഇവിടെ കുറേയേറെ കടകളുണ്ട്. അതായത് ഇവിടെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ 8 ടിക്കറ്റുകളാണ് ബാലൻസ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളോട്. രാവിലെ മുതൽ തകൃതിയായിട്ട് ടിക്കറ്റ് വിൽപ്പനയുണ്ട്. മാത്രമല്ല ഈ ഡേറ്റ് നീട്ടി വെച്ച ശേഷവും കുറേ അധികം വിൽപ്പന നടന്നിട്ടുണ്ട്. 27-ാം തീയതി എന്നുള്ളത് ഇന്നത്തേക്ക് മാറ്റി വെച്ച ഒരു സാഹചര്യത്തിൽ ഒരുപാട് കച്ചവടം നടന്നിട്ടുണ്ട്. രാവിലെ മുതൽ എങ്ങനെയുണ്ട് സർ? നല്ല കച്ചവടമായിരുന്നു. അതെ, ഇപ്പോൾ ഈ ഇത്രയും ടിക്കറ്റ് അത്രേ ഉള്ളൂ. 8 ടിക്കറ്റ് കൂടിയേ ഉള്ളൂ. കൂടുതലും മലയാളികളാണോ എടുക്കാറ്? അങ്ങനെയില്ല, വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഔട്ട്സൈഡേഴ്സും വരുന്നുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അവരാ കൂടുതൽ എടുക്കുന്നേ. അതായത് പുറത്തുനിന്നുള്ള, അതായത് അതിഥിത്തൊഴിലാളികൾ, അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് കൂടുതലും ടിക്കറ്റുകൾ എടുത്തിട്ടുള്ളത്. അത് രാവിലെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോഴും അവിടുത്തെ ആളുകൾക്കും പറയാനുണ്ടായിരുന്നതാണ്. ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് വിൽപ്പന എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം രാവിലെ മുതൽ ഞങ്ങൾ 7 മണി മുതൽ വളരെ തകൃതിയായ ടിക്കറ്റ് വിൽപ്പന നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാവിലെയൊക്കെ നല്ല റഷായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ടിക്കറ്റ് കൗണ്ടറുകളിൽ ആളുകൾ കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള 2 കൗണ്ടറിലും ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റ് കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ്. എന്തായാലും പാലക്കാട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റു എന്ന് പറയുമ്പോൾ 14,07,100 ടിക്കറ്റാണ് കണക്കുകൾ അനുസരിച്ച് രാവിലെ പാലക്കാട് വിറ്റത് എന്ന് പറയുമ്പോഴും പാലക്കാടിനാണ് കൂടുതൽ, അതായത് ഭാഗ്യം കടാക്ഷിക്കുന്നത് എന്ന ഒരു സാഹചര്യത്തിലേക്ക്, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോഴും അവർ പറയുന്നത് പാലക്കാടിന് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് കിട്ടിയാലോ എന്ന് പലരും പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും കൊച്ചിയിലെ സാഹചര്യം അതാണ്. രാവിലെ മുതൽ, അതായത് നമ്മൾ ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങളിലൊക്കെ ചെന്നപ്പോഴും രാവിലെ മുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലാണ്. പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിലുള്ള ആളുകൾ കൂടുതലായി ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ എങ്ങനെയുണ്ട് ഓണം ബമ്പർ? ഓണം ബമ്പർ നല്ല വിൽപ്പനയായിരുന്നു. എല്ലാം ടിക്കറ്റെല്ലാം ഏകദേശം കാലിയായി. കുറച്ച് ടിക്കറ്റ് മാത്രമേ ബാക്കിയുള്ളതാണ്. ഈ 27-ാം തീയതി മാറ്റി 4-ാം തീയതിയിലേക്ക് ആക്കിയല്ലോ, അപ്പോൾ അതാണ് ആ ഒരു സമയത്ത് കുറച്ചേറെ വിൽപ്പന നടന്നത്. ആ സമയത്തൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെയൊക്കെ ഏകദേശം തീർന്നായിരുന്നു. പിന്നെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കമായിട്ട് കുറേ ഏജൻറ്റുമാരുടെ കയ്യിൽ ടിക്കറ്റ് ഒരുപാട് കിടന്നുകൊണ്ട് മാറ്റിയതാണ്. നമുക്കൊക്കെ ആ സമയത്ത് ടിക്കറ്റ് ഒതുങ്ങിയായിരുന്നു. അപ്പം നറുക്കെടുപ്പ് നീട്ടിയ സമയത്ത് നമ്മൾ കുറച്ചുകൂടി പർച്ചേസ് ചെയ്തു. രാവിലെ മുതൽ നല്ല വിൽപ്പനയായിരുന്നു. നമ്മൾ പ്രതീക്ഷേനേക്കാൾ നല്ല വിൽപ്പനയായിരുന്നു. ഒരുപാട് ടിക്കറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. 14 ജില്ലയിലെ ടിക്കറ്റ് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ വരെ ഇവിടേക്ക് മൊത്തം ടിക്കറ്റ് ആയിരുന്നു. നല്ല വിൽപ്പനയായിരുന്നു. കുറച്ച് ടിക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. അല്പസമയത്തിനകം തന്നെ മണിക്കൂറുകൾ എന്ന് പറയാനില്ല, നിമിഷങ്ങളേ ഉള്ളൂ ശരിക്കും ഇതിലേക്ക് പോകാൻ. എന്നാൽ നമുക്ക് കാണാം, കൗണ്ടറിൽ കാണാം, ഇത്ര ടിക്കറ്റുകൾ മാത്രമേ ഇനി ഈ കൗണ്ടറിൽ ബാക്കിയുള്ളൂ. അത് 27-ന് ശേഷം അവർ കൂടുതൽ പർച്ചേസ് ചെയ്തതാണ്. അതായത് അതുവരെയുള്ള ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിരുന്നു, വീണ്ടും പർച്ചേസ് ചെയ്ത സാഹചര്യമാണ്. അതായത് ഡേറ്റ് നീട്ടിയ ഒരു സാഹചര്യത്തിലേക്ക്. അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഭാഗ്യം പരീക്ഷിക്കാൻ, അല്ലെങ്കിൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യം കൂടി വ്യക്തമാവുകയാണ്. രാവിലെ മുതൽ വലിയ റഷാണ് ടിക്കറ്റ് കൗണ്ടറുകളിലൊക്കെ നമ്മൾ കണ്ടത്. അങ്ങനെയാണ്. എന്തായാലും ഈ കാത്തിരിപ്പിന് അധിക സമയമില്ല. എല്ലാവരും ശരി. 1 മണിക്കാണ് തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ തിരുവോണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത്. എന്തായാലും ടിക്കറ്റുകൾ ഏകദേശം വിറ്റ് തീർന്നിരിക്കുകയാണ്.